ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊരു സിംഗിൾ NPN ട്രാൻസിസ്റ്റർ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഒരു റെയിൻ സെൻസർ അസംബിൾ ചെയ്യുക എന്ന് നോക്കാം. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് BC548 NPN ട്രാൻസിസ്റ്ററാണ്. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ലീഡാണ് കളക്ടർ, സെൻറ്ററിലുള്ളത് ബേസ്, റൈറ്റ് സൈഡിൽ വരുന്നത് എമിറ്റർ. സർക്യൂട്ടിലേക്ക് ആവശ്യമായ അടുത്ത ഒരു കമ്പോണൻ്റാണ് ഈ ബസർ. ഇതിൻ്റെ പോസിറ്റീവ് ലീഡ് ഇതിൽ തന്നെ കൃത്യമായി മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അടുത്തതായി നമുക്ക് ആവശ്യമുള്ളത് ഒരു LED ആണ്. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ബ്ലൂ LED ആണ്. ഇതിൻ്റെ ലോങ് ലീഡ് പോസിറ്റീവും ഷോർട്ട് ലീഡ് നെഗറ്റീവുമാണ്. ഇതാണ് ഇതിൻ്റെ റെയിൻ സെൻസ് ചെയ്യുന്നതിനുള്ള സെൻസർ. ഇത് ഒന്നുകിൽ നമുക്ക് ഒരു PCBയിൽ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ഓൺലൈൻ വാങ്ങാൻ കിട്ടുന്ന സെൻസർ ഉപയോഗിച്ചിട്ടും നമുക്ക് ചെയ്യാവുന്നതാണ്. ഇനി എങ്ങനെയാണ് ഈ സർക്യൂട്ട് നമുക്കൊന്ന് അസംബിൾ ചെയ്യുക എന്ന് നോക്കാം. ആദ്യമായി ഈ ട്രാൻസിസ്റ്റർ ബ്രെഡ് ബോർഡിലേക്ക് കൃത്യമായി അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടർ പോസിറ്റീവ് സപ്ലൈയുമായി കണക്റ്റ് ചെയ്യുക. ഓക്കെ, അടുത്തതായി റെയിൻ സെൻസറിൽ നിന്ന് വരുന്ന 2 കേബിളിൽ ഒരെണ്ണം നമ്മൾ പോസിറ്റീവ് സപ്ലൈയുമായി കണക്റ്റ് ചെയ്യുക. മറ്റൊരെണ്ണം ട്രാൻസിസ്റ്ററിൻ്റെ ബേസുമായിട്ട് കണക്റ്റ് ചെയ്ത് കൊടുക്കുക. അടുത്തതായി ട്രാൻസിസ്റ്ററിൻ്റെ എമിറ്ററിൽ നിന്നും ബസറിൻ്റെ പോസിറ്റീവ് ലീഡിലേക്ക് ഒരു കണക്ഷൻ കൊടുക്കുക. അതിനുശേഷം ബസറിൻ്റെ നെഗറ്റീവ് ലീഡ് നമ്മൾ LEDയുടെ പോസിറ്റീവ് ലീഡുമായി കണക്റ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ LEDയുടെ പോസിറ്റീവ് ലീഡ് നമ്മൾ ബസറിൻ്റെ നെഗറ്റീവ് ലീഡുമായി കണക്റ്റ് ചെയ്തു. അതിനുശേഷം ഒരു കേബിൾ LEDയുടെ നെഗറ്റീവ് ലീഡിൽ നിന്നും നെഗറ്റീവ് സപ്ലൈയിലേക്ക് കണക്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളുടെ സർക്യൂട്ട് ഇവിടെ പൂർത്തിയായി കഴിഞ്ഞു. ഇനി നമുക്ക് സർക്യൂട്ടിലേക്ക് ഒരു 12 വോൾട്ട് സപ്ലൈ കൊടുത്ത് ഈ സർക്യൂട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ സപ്ലൈ നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ഇനി റെയിൻ സെൻസറിലേക്ക് ഒരു ഡ്രോപ്പ് വാട്ടർ ഞാനൊന്ന് ഒഴിച്ച് നോക്കുകയാണ്. അപ്പോൾ നമുക്ക് സർക്യൂട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളുടെ സർക്യൂട്ട് ഇവിടെ കൃത്യമായി തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു സർക്യൂട്ടാണ്. ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സർക്യൂട്ടാണ്. ആർക്ക് വേണമെങ്കിലും ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ പുതിയൊരു സർക്യൂട്ടുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. താങ്ക്